ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മളിന്ന് പുതിയ കൂട്ടക്ഷരം പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ പഠിക്കുന്ന കൂട്ടക്ഷരങ്ങളൊക്കെ കുറച്ച് എളുപ്പമായിട്ട് വരുന്നുണ്ട് അല്ലേ? നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ തുടങ്ങി, സ്റ്റോറി ബുക്കൊക്കെ കൂടുതലായിട്ട് വായിച്ചു തുടങ്ങി. നിങ്ങൾ പഠിക്കുന്ന മലയാളം ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റും തെറ്റാതെ. നമ്മളൊരു കാര്യം സ്ഥിരമായി ചെയ്താൽ മാത്രമാണ് അതുകൊണ്ട് കാര്യമുള്ളൂ. ഇന്ന് ചെയ്തു, പിന്നെ ഞാനൊരു 5 ദിവസത്തേക്ക് ചെയ്തില്ല, വീണ്ടും ചെയ്തു, അത് നമ്മൾ വായിച്ചതും എഴുതിയതൊക്കെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് എല്ലാ ദിവസവും, അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് 15 മിനിറ്റ്, വെറും 15 മിനിറ്റ് മാത്രമെങ്കിലും വായിക്കാനും മലയാളം എഴുതാനും വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി, അച്ഛനോ അമ്മയ്ക്കോ ടീച്ചറിനോ കൂട്ടുകാർക്കോ വേണ്ടി എന്നാ ഞാൻ വായിച്ചേക്കാം, അവർ പറഞ്ഞതല്ലേ എന്ന് കരുതി ചെയ്യരുത്. എനിക്ക് വേണ്ടി എന്നൊരു ബോധ്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തോട് നമ്മൾ ആത്മാർത്ഥത പുലർത്തിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നമുക്ക് ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കാനും അറിവ് നേടാനും സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു കൂട്ടക്ഷരം പഠിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളും പഠിക്കാം. നോക്കാം, ഇതെന്താണ്? സ അല്ലേ? വേറൊരു സായും കൂടെ വന്നു. അപ്പം എന്താ? സ. എന്താണ്? സ. വാക്കുകളിലേക്ക് പോകാം, എന്നാലാണ് നമുക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാകുള്ളൂ. ഓക്കെ, സ. നോക്കി, സ. മ, ന, സ്. എന്താ? എന്താണ്? മനസ്സ്. ടീച്ചർ എപ്പോഴും പറയാറില്ലേ, നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കണം അല്ലേ, മൈൻഡിൽ സെറ്റ് ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ്. അതെന്താണ്? മനസ്സ്. കിട്ടിയോ? മനസ്സ്. അടുത്തത് ശി, ര, സ്. എന്താണ്? ശിരസ്. ശിരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തല, ഹെഡ്. ഹെഡ് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും. ഹെഡ്, അതാണ് ശിരസ്, തല. കിട്ടിയോ? അടുത്ത വാക്ക് മറന്നു പോവരുത്. ടീച്ചർ പെട്ടെന്ന് പോകുന്നു എന്ന് വിചാരിക്കരുത്. ഇസ, ഇത് മാത്രമാണ് ഇപ്പോഴത്തെ ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു കൂട്ടക്ഷരം മാത്രമാണ് നമുക്ക് പുതുമയുള്ളൂ. മനസ്സിലായോ? വാക്കുകൾ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും, പക്ഷേ ആ വാക്കുകൾ ഉണ്ടാകുന്ന ബാക്കി അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ചിഹ്നങ്ങളൊക്കെ പരിചയമുള്ളതാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ടീച്ചർ എന്തുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. യെസ്, ഓക്കെ. അടുത്ത വാക്ക് ത, മ, സ്. തമസ്. എന്താണ് തമസ്? ഇരുട്ട്, ഡാർക്ക് അല്ലേ? ഡാർക്ക്, എല്ലായിടത്തും ഇരുട്ടാണ്, ഡാർക്കാണ് അല്ലേ? വെളിച്ചമുള്ളിടത്ത് നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്, അതെന്താണ്? അത് ഓഫ് ചെയ്താൽ ഡാർക്ക് ആവും. തമസ്, ഇരുട്ടായിട്ട് മാറും. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഡാർക്കായിട്ടുള്ള അവസ്ഥ. ഓക്കെ, യെസ്. അപ്പോൾ തമസ്. അടുത്തത് ഉ, ഷ, സ്. എന്താണ്? ഉഷസ്. എന്താണ് ഉഷസ്? മോർണിംഗ് ടൈം, പ്രഭാതം. മോർണിംഗ് ടൈം, ഉഷസ്. ഉഷസായി, പ്രഭാതമായി, മോർണിംഗ് ടൈം. അതാണ് ഉഷസ് എന്ന് പറയുന്നത്. അടുത്ത വാക്ക് വ, യ, സ്. എന്താണ്? വയസ്സ്. വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏജ് അല്ലേ?
നിങ്ങൾക്ക് എത്ര ഏജ് ആയി അല്ലേ, എത്ര വയസ്സായി എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. 1 വയസ്സ്, 2 വയസ്സ് അല്ലേ, നമ്മൾ പറയില്ലേ 2 years old, 3 years old അല്ലേ. അപ്പൊ ഏജ് വയസ്സ് എന്ന് പറഞ്ഞാൽ ഏജ്. കിട്ടിയോ? അടുത്ത വാക്ക് ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതം എത്ര നാളുണ്ടോ അല്ലേ, ആയുസ് നല്ല ആയുസ്സോടെ ഇരിക്കണം അല്ലേ. നമ്മൾ ജനിച്ച് കുറേ വർഷങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ ആയുസ്. മനസ്സിലായോ? നമ്മൾ പറയില്ലേ ആരോഗ്യത്തോടും ആയുസ്സോടും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം അല്ലേ, എന്നാലേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ആയുസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആപത്തൊന്നും ഇല്ലാതെ നമ്മൾ ഒരുപാട് നാൾ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റണം. അതാണ് ആയുസ്. കിട്ടിയോ? അപ്പൊ നോക്കിയേ, മനസ്സ്, ശിരസ്, തമസ്, ഉഷസ്, വയസ്സ്, ആയുസ്. കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് വായിക്കുക. നന്ദി. ശുഭദിനം.